സൈലം SSC എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂലൈ 18 തീയതി മുതൽ 24 തീയതി വരെയുള്ള കറണ്ട് അഫെയർ സെഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ SSC റെയിൽവേ എക്സാംസുകൾക്ക് പ്രിപ്പയർ ആവുന്ന നിങ്ങളുടെ SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സിയുടെ ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് ആണ് നിതിൻ ഗുപ്ത CBDT ചെയർമാൻ ആയിരുന്ന നിതിൻ ഗുപ്ത എന്ത് ചെയ്തിട്ടുണ്ട്? നിതിൻ ഗുപ്തനെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. Former CBDT chairman Nitin Gupta appointed as National Financial Reporting Authority chairperson. അപ്പോൾ നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ചെയർപേഴ്സൺ എന്നുള്ള കാര്യം ഓർക്കുക. നിതിൻ ഗുപ്ത. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് SVEEP എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ ആണ് SVEEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇലക്ഷന്റെ അവയർനെസ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിന്റെ അവയർനെസ് ബീഹാറിൽ എല്ലായിടത്തും എത്തിക്കുന്ന ഈ ഒരു ക്യാമ്പയിന്റെ ഐക്കണായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നീതു ചന്ദ്ര ആൻഡ് ക്രാന്തി പ്രകാശ് ജാഹ. ഓക്കെ, അപ്പൊ നീതു ചന്ദ്ര ആൻഡ് ക്രാന്തി പ്രകാശ് ജാഹയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? SVEEPയുടെ ഐക്കണായിട്ട് ബീഹാറിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇലക്ടറൽ അവയർനെസ് ആണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ 9ാമത്തെ എഡിഷൻ ഓഫ് സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് പ്രസിഡന്റ് ദ്രൗപതി മുർമു ചീഫ് ഗസ്റ്റ് ആയിരുന്ന ഒക്കേഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വിഖ്യാൻ ഭവനിൽ വെച്ച്. ഇൻഡോർ ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഡോർ ഇസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഫോർ 8 years in a row. അപ്പോൾ 8 വർഷങ്ങളായി ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് നേടുന്നത് ഇൻഡോർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. President Murmu presents 78 Swachh Sarvekshan Award in this year. Total 78 അവാർഡുകൾ 4 കാറ്റഗറിയിലായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ സ്വച്ഛ് ലീഗ് സിറ്റീസ് ഇൻ 5 പോപ്പുലേഷൻ കാറ്റഗറി, ടോപ്പ് 3 ക്ലീൻ സിറ്റീസ് ഇൻ 5 പോപ്പുലേഷൻ കാറ്റഗറി, പിന്നെ സ്പെഷ്യൽ കാറ്റഗറി, സ്റ്റേറ്റ് ലെവൽ അവാർഡ്സ്. ഇത്രയുമാണ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിൽ വെരി സ്മോൾ സിറ്റി, മീഡിയം സിറ്റി, ബിഗ് സിറ്റി, മില്യൺ പ്ലസ് സിറ്റി എന്നിങ്ങനെ പോപ്പുലേഷന്റെ രീതിയിലാണ്, പോപ്പുലേഷന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സിറ്റീസിനെ. 5 പോപ്പുലേഷൻ ബേസ്ഡ് കാറ്റഗറീസ് ആണ് ഉണ്ടായിരുന്നത്. സൂപ്പർ സ്വച്ഛ് ലീഗ് കാറ്റഗറിയാണ് ന്യൂ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ 10 lakh പോപ്പുലേഷൻ കാറ്റഗറിയിൽ ഇൻഡോർ ആണ് ഫസ്റ്റ്, പിന്നീട് സൂറത്ത്, പിന്നീട് മുംബൈ ആണ് ഫസ്റ്റ്. ഇൻഡോർ, സൂറത്ത്, മുംബൈ, നവി മുംബൈ എന്നിങ്ങനെയാണ് സിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 3 to 10 lakh പോപ്പുലേഷൻ കാറ്റഗറിയിൽ നോയിഡയാണ് ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത്, പിന്നീട് ചണ്ഡീഗർ, പിന്നീട് മൈസൂർ ആണ് വന്നത്. ഓക്കെ, ഇപ്പൊ മോർ ദാൻ 10 lakh പോപ്പുലേഷനിൽ അഹമ്മദാബാദ് ഫസ്റ്റ്, ഭോപ്പാൽ സെക്കൻഡ്, ലക്നൗ തേർഡ് പൊസിഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ്, ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ അനൗൺസ് ദാറ്റ് every household in the state will receive 125 unit of electricity. അതായത് ഓഗസ്റ്റ് 1 മുതൽ ബീഹാറിലെ എല്ലാ വീടുകളിലും 125 യൂണിറ്റ്സ് ഓഫ് ഫ്രീ ഇലക്ട്രിസിറ്റി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഫ്രം August 1 ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നിതീഷ് കുമാർ ആണ് ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഹിമാചൽ പ്രദേശ് ലോഞ്ചസ് മൈ ഡീഡ് NGDRS പൈലറ്റ് പ്രോജക്ട് ഫോർ ലാൻഡ് രജിസ്ട്രേഷൻ. അതായത് ഹിമാചൽ പ്രദേശിലുള്ള ലാൻഡ് രജിസ്ട്രേഷൻ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിമാചൽ പ്രദേശ് CM ആയിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഖു പുതിയൊരു പൈലറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മൈ ഡീഡ് NGDRS പൈലറ്റ്.
MyDeed NGDRS. NGDRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം. MyDeed NGDRS. MyDeeds നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സിറ്റിസൺസിന് എന്ത് ചെയ്യാം? സിറ്റിസൺസ് ക്യാൻ സബ്മിറ്റ് ഓൾ ഡോക്യുമെന്റ്സ് ഓൺലൈൻ ആൻഡ് ഗെറ്റ് ലാൻഡ് രജിസ്ട്രേഷൻ ഡൺ ഇൻ ജസ്റ്റ് വൺ വിസിറ്റ് ടു ദി ഓഫീസ് കൺസേൺ. അതായത് ഏത് ഓഫീസിലാണോ നമുക്ക് ലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അവിടെ മൾട്ടിപ്പിൾ വിസിറ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു വിസിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്? എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യുകയും ലാൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് MyDeed NGDRS. MyDeed അതായത് നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് MyDeed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഹിമാചൽ പ്രദേശാണ് MyDeed ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. 125 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എല്ലാ മാസവും ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത് ബീഹാർ ആണ്. നിതീഷ് കുമാർ ആണ് ബീഹാർ CM. ഇനി വളരെ ഇന്ത്യയുടെ ലൈറ്റസ്റ്റ് വീൽ ചെയർ IIT മദ്രാസ് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. YD1 എന്നാണ് ഇതിന്റെ പേര്. 9 kilograms ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 120 കിലോ വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, it is the India's lightweight active wheelchair and country's first indigenously developed precious built monotube rigid frame wheelchair ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. IIT മദ്രാസിന്റെ TTK സെന്റർ ഫോർ റീഹാബിലേഷൻ റിസർച്ച് ആൻഡ് ഡിവൈസ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു പുതിയൊരു കണ്ടുപിടുത്തം, ഈ ഒരു ലൈറ്റസ്റ്റ് വീൽ ചെയർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്രായേൽ ലോഞ്ചസ് DROR1. അതായത് ഇസ്രായേൽ ലോഞ്ച് ചെയ്തിട്ടുള്ള, ഇസ്രായേൽ മാർക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് എന്തെന്ന് പറയുന്നത്? DROR1 എന്ന് പറയുന്ന ഫുള്ളി ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക്കലി ബിൽറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. DROR1 എന്ന് പറയുന്നത് ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. 3600 കിലോമീറ്റർ മുകളിലാണ് ഇത് എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഇസ്രായേലിന്റെയും ഇസ്രായേലിന്റെ നിയർ ബൈ റീജിയനെയുമാണ് ഈ ഇത് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. DROR1 ഏകദേശം 4.5 ടൺ ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. സ്പാൻസ് 17.8 മീറ്റർ ആണ് ഇതിന്റെ സ്പാൻ വരുന്നത്. ഏകദേശം ഒരു 15-year മിഷൻ ആണ്. അതായത് 2030 വരെയുള്ള ഇസ്രായേലിന്റെ കമ്മ്യൂണിക്കേഷൻ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിനാണ് ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. യുലിയ സെർവിഡെൻകോ ആണ് നമ്മുടെ യുക്രൈന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ ആണ്. യുലിയ സ്വിറിഡെൻകോ ആണ് ആരെന്ന് പറയുന്നത്? യുക്രൈന്റെ പുതിയ ന്യൂ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യുക്രൈനിലെ കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് നോക്കുക. Indian Navy to participate in 32nd Simbex exercise in Singapore. സിംഗപ്പൂർ ഇന്ത്യ, അതായത് സിംബെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ്. സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ് ആണ് സിംബെക്സ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇതില് സിംഗപ്പൂരും ഇന്ത്യയും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിയും റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയുമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സിംഗപ്പൂരാണ് ഈ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. INS ഡൽഹി, INS സത്പുര, INS കിൽട്ടൺ, INS ശക്തി ഇവരൊക്കെയാണ് ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺ ഓഫ് ദ ലോങ്സ്റ്റ് അൺഇന്ററപ്റ്റഡ് മാരിടൈം എക്സസൈസ് ആണ് ഇതൊരു സിംബെക്സ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേൾഡിലെ ലാർജസ്റ്റ് 1000 acre സഫാരി പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഹരിയാന. സോ ദ ഹരിയാന ഗവൺമെന്റ് ആണ് ഈ ഒരു അനൗൺസ്മെന്റ് അതായത് ആരവല്ലി ഹിൽസിലാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ജംഗിൾ സഫാരി വരാനായിട്ട് പോകുന്നത്. ഏകദേശം 1000 ഏക്കറിലാണ് ഈ ഒരു ആരവല്ലി ഹിൽസ് ഓഫ് ഹരിയാനയിൽ ഈ ഒരു ജംഗിൾ സഫാരി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് നേച്ചറിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക, അതുവഴി ആൾക്കാർക്ക് ജോലി കൊടുക്കുക, ടൂറിസം ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ജംഗിൾ സഫാരിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി KSRTC ലോഞ്ച് ചെയ്തിട്ടുള്ള, അതായത് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള, കാഴ്ചക്കുറവുള്ള അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി ധ്വനി സ്പന്ദന യോജന ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആരാണ്?
KSRTC ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? KSRTC കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ മേജർ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ധ്വനി സ്പന്ദന യോജന. വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? ഈസിയർ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ധ്വനി സ്പന്ദന യോജന വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് 200ഓളം ബസ്സുകൾ മൈസൂർ സിറ്റിയുടെ വേരിയസ് റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 200ഓളം ബസ്സുകളിലാണ് ഈ ഒരു ഓഡിയോ ഡിവൈസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിഷ്വലി ഇംപയർഡ് യൂസേഴ്സിന് ഒരു റിമോട്ട് കീ ഉണ്ടാവുന്നതാണ്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് നമ്പേഴ്സ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അനൗൺസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യാം? അവരുടെ ബസ്സുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു റിമോട്ട് കീ വെച്ച് അവരവരുടെ ബസ്സുകൾ ഏതാണ് എന്ന് വളരെ ഈസി ആയിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കേരള കൈറ്റ് ഇനീഷ്യേറ്റീവ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ് എന്ന് പറയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ കൈറ്റ് ഇനീഷ്യേറ്റീവ് വാസ് റീസെന്റ് റെക്കഗ്നൈസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. അതായത് യൂണിസെഫ് റീസെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളാസ് കൈറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് എട്ടക്കിലുള്ള റെസ്പോൺസിബിൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂണിസെഫ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അറ്റൻഷൻ എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്തതിനാണ് ഈ ഒരു എന്താ പറയുക അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. കൈറ്റ് ഒഫീഷ്യൽ ടെക്നോളജിയാണ്. അതായത് കൈറ്റ് ഈസ് എ ഒഫീഷ്യൽ ടെക്നോളജി ആം. അതായത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ജനറൽ എഡ്യൂക്കേഷൻ വിങ്ങിന്റെ ടെക്നോളജി വിങ് ആണ് കൈറ്റ് എന്ന് പറയുന്നത്. എത്തിക്കൽ, ഇൻക്ലൂസീവ് ആൻഡ് ഓപ്പൺ സോഴ്സ് AI എഡ്യൂക്കേഷൻ പബ്ലിക് സ്കൂളുകളിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കൈറ്റിന്റെ മെയിൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്റ്റർ ഓഫ് പവർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് മനോഹർ ലാൽ ഖട്ടാർ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതിഥി സ്കീം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആക്സിലറേറ്റ് ഇൻഡസ്ട്രിയൽ എനർജി എഫിഷ്യൻസി ഇൻ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടാണ് അതിഥി സ്കീം വന്നിരിക്കുന്നത്. അപ്പൊ എനർജി എഫിഷ്യൻസി എസ്പെഷ്യലി MSME സെക്ടറിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിഥി എന്ന് പറയുന്നത് ലോ കാർബൺ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അത് കൂടാതെ തന്നെ ക്ലീൻ എഫിഷ്യന്റ് എനർജി ടെക്നോളജീസ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിഥി എന്ന് പറയുന്ന സ്കീം വന്നിരിക്കുന്നത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഫിനാൻഷ്യൽ ഇയർ 2025-26 മുതൽ 27-28 കാലയളവിലേക്ക് 1000 കോടി രൂപയാണ് ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹുറുൺ ഇന്ത്യ അണ്ടർ 13 ലിസ്റ്റ് 2025 സെപ്റ്റോ ഫൗണ്ടേഴ്സിനാണ് ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഹുറുൺ യൂണിക്കോൺ ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഹുറുൺ U30 ലിസ്റ്റിൽ വന്നിട്ടുള്ള കുറെ അധികം ആൾക്കാരെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. രാം മാധവ് ലോഞ്ച് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ ബുക്കാണ്. BJP നാഷണൽ ജനറൽ സെക്രട്ടറി രാം മാധവ് ലോഞ്ച് ചെയ്തിട്ടുള്ള ബുക്കാണ് ദ ന്യൂ വേൾഡ് 21st സെഞ്ച്വറി ഗ്ലോബൽ ഓർഡർ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ രാം മാധവിന്റെ പുതിയ ബുക്കാണ് ദ ന്യൂ വേൾഡ് 21st സെഞ്ച്വറി ഗ്ലോബൽ ഓർഡർ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ന്യൂ വേൾഡ് 21st സെഞ്ച്വറി ഗ്ലോബൽ ഓർഡർ ആൻഡ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വുമൻസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വുമൺ സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയൊരു സ്കീമാണ് ശക്തി സ്ത്രീ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫാസ്റ്റർ ഗ്രീവിയൻസ് ആൻഡ് സൊല്യൂഷൻസ്, അതായത് പെട്ടെന്ന് തന്നെയുള്ള പ്രശ്ന പരിഹാരം, പിന്നെ ക്യാമ്പസുകളിൽ CCTV വെക്കുക, പിന്നെ ട്രെയിൻഡ് സ്റ്റുഡന്റ് ലീഡേഴ്സിനെ വെക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് യൂണിവേഴ്സിറ്റികൾ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സ്ത്രീകളുടെ സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ശക്തിശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് ഗവൺമെന്റ് ആണ്? ഒഡീഷ ഗവൺമെന്റ് ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക.
ഒഡീഷ സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്ത്രീകളുടെ പ്രൊട്ടക്ഷനാണ് ഇത് എയിം ചെയ്യുന്നത്. ഏകദേശം 16ഓളം യൂണിവേഴ്സിറ്റികൾ, 730 ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകൾ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 6 day സെൽഫ് ഡിഫെൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് ലീഗൽ റൈറ്റ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ 24/7 സർവീലിയൻസ്, അതായത് ക്യാമ്പസിൽ ഫുൾ ക്യാമറ വെക്കുക, സേഫ്റ്റി ഓഡിറ്റുകൾ, അങ്ങനെയുള്ള പിന്നെ അവയർനെസ് പ്രോഗ്രാമുകൾ, ബുള്ളിങ് ഹരാസ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഉള്ള ക്യാമ്പയിൻസുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ട്രക്കോമ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആരെ? സെനഗലിനെ. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് വാലിഡേറ്റഡ് സെനഗൽ ഹാവിംഗ് എലിമിനേറ്റഡ് ട്രക്കോമ. അതായത് ട്രക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡിസീസസ് ആണ് അല്ലെ. അതായത് ലൈക്ക് ഒരു ബാക്ടീരിയം ക്ലാമിഡിയ ട്രൈക്കോമാറ്റസ്, നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ട്രക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രക്കോമ എലിമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് സെനഗൽ. സെനഗലിനെയാണ് ട്രക്കോമ ഫ്രീ ആയിട്ട് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഹു? അപ്പൊ സെനഗൽ ബിക്കം ദി 9th country വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആഫ്രിക്കൻ റീജിയൻ ടു അച്ചീവ് ദിസ് ഫീറ്റ്. അതായത് ആഫ്രിക്കൻ റീജിയൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആഫ്രിക്കൻ റീജിയനിൽ സെനഗൽ ആണ് 9th country, ട്രക്കോമ ഫ്രീ ആവുന്ന 9th country ആണ് സെനഗൽ എന്ന് പറയുന്നത്. ഇന്ത്യ എന്താണ്? സൗത്ത് ഏഷ്യൻ റീജിയൻ. ഇന്ത്യ ഈസ് ദി 3rd country ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ ആഫ്റ്റർ നേപ്പാൾ ആൻഡ് മ്യാൻമർ. അതായത് NTD, നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ് എലിമിനേറ്റ് ചെയ്തത് ഇന്ത്യയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണിൽ ഇന്ത്യ 3rd country ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ടൈഫൂൺ വിഫ എന്ന് പറയുന്നത് എവിടെയാണ്? ഓൺ July 20 ടൈഫൂൺ വിഫ brought heavy rain and strong wind to Hong Kong before making landfall in, അതായത് തൈഷാൻ ഗ്വാൻഡോങ് പ്രൊവിൻസ്, ചൈനയിൽ ലാൻഡ്ഫോൾ ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഹോങ്കോങ്ങിൽ സ്ട്രോങ് വിൻഡ് കൊണ്ടുവന്നിട്ടുള്ള ടൈഫൂൺ ആണ് ടൈഫൂൺ വിഫ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ അത്ലറ്റ്സ് മീറ്റ് പാറ്റ്നയിലാണ് നടക്കാൻ പോകുന്നത്. സോ ബീഹാർ ടു ഹോസ്റ്റ് ഫസ്റ്റ് ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് ഇൻ പാറ്റ്ന. അപ്പോൾ ബീഹാർ ഇസ് സെറ്റ് ടു ഹോസ്റ്റ് ഫസ്റ്റ് ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് ഇൻ പാറ്റ്ന എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ബീഹാർ സ്റ്റേറ്റ് സ്പോർട്സ് അതോറിറ്റിയും ചേർന്നിട്ട് കൊളാബറേഷനിലാണ് ഈ ഒരു ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ വുമൺ റെസ്ലേഴ്സ് ബാക്ക് 4 medals at Poliak Imri and Wagra Jones Memorial 2025 tournament. Poliak Imri and Varga Janos മെമ്മോറിയൽ 2025 ടൂർണമെന്റിൽ ഇന്ത്യൻ റെസ്ലേഴ്സിന് 4 മെഡൽ ലഭിച്ചിട്ടുണ്ട്. അന്തിം പങ്കൽ ആൻഡ് ഹർഷിത, ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇവർക്ക് രണ്ടുപേർക്കുമാണ്, അന്തിം പങ്കൽ ആൻഡ് ഹർഷിതയ്ക്കാണ്, ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ആന്റിമിന് 53 kg കാറ്റഗറിയിലും ഹർഷിതയ്ക്ക് 72 kg കാറ്റഗറിയിലുമാണ് ഈ മെഡൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി BMRCL ബാംഗ്ലൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബാംഗ്ലൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയ മാനേജിംഗ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരെയാണ്? ഡോക്ടർ ജെ രവിശങ്കർ ആണ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി യൂത്ത് സ്പിരിച്വൽ കമ്മിറ്റ് കാശിയിൽ. യൂത്ത് സ്പിരിച്വൽ സമ്മിറ്റ് കൺക്ലൂഡ് വിത്ത് കാശി ഡിക്ലറേഷൻ ഫോർ ഡ്രഗ് ഫ്രീ ഇന്ത്യ. അപ്പൊ യൂത്ത് സ്പിരിച്വൽ സമ്മിറ്റ്, അതായത് നാശമുക്ത യുവ വികസിത് ഭാരത്, അതായത് ഡ്രഗ് ഫ്രീ യൂത്ത് ഫോർ ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന ലക്ഷ്യവുമായി യൂത്ത് സ്പിരിച്വൽ സമ്മിറ്റ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഏകദേശം
അതായത് 120 സ്പിരിച്വൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷനിൽ നിന്നും 600ഓളം യൂത്ത് ലീഡേഴ്സാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ സമിറ്റ് കൺക്ലൂഡ് ചെയ്തത് വാരാണസിയിലാണ്. അതായത് യൂത്ത് ലീഡ് ആക്ഷൻ, അതായത് ഡ്രഗ് അബ്യൂസിനെതിരെയുള്ള ഒരു റോഡ് മാപ്പ്, അതാണ് കാശി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് ഈ ഒരു യൂത്ത് സ്പിരിച്വൽ സമിറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആസാം ഗവൺമെന്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് മിൽക്ക് സബ്സിഡി സ്കീം എന്ന് പറയുന്നത്. അതായത് ഡയറി ഫാമേഴ്സിന് 5 rupees ഓഫ് പെർ ലിറ്ററിന് 5 രൂപ സബ്സിഡി ലഭിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഡയറി സെക്ടറിലെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മിൽക്ക് സബ്സിഡി, ആസാം ഗവൺമെന്റ് ലോഞ്ചസ് മിൽക്ക് സബ്സിഡി ടു ബൂസ്റ്റ് ഡയറി സെക്ടർ. ഫാമേഴ്സ് ഗെറ്റ് സബ്സിഡി ഓഫ് 5 rupees പെർ ലിറ്റർ. ഓക്കെ, അപ്പൊ വൈറ്റ് റെവല്യൂഷൻ കൊണ്ടുവരുന്ന ആസാമില് വൈറ്റ് റെവല്യൂഷൻ കൊണ്ടുവരുന്നതിന് ആൻഡ് വൈറ്റ് റെവല്യൂഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആസാം CM ആയിട്ടുള്ള ഹിമാനന്ദ വിശ്വ ശർമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കീം, നമ്മുടെ മിൽക്കിൽ സബ്സിഡി കൊടുക്കുന്ന സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്രോക്സിമേറ്റ്ലി 20,000 ഡയറി ഫാമേഴ്സ്, 601 ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അക്രോസ് ദ സ്റ്റേറ്റ് ഉള്ളത്. അപ്പൊ അവിടെ 5 രൂപ പെർ ലിറ്റർ ഓഫ് മിൽക്ക് 5 രൂപ ആണ് സബ്സിഡി കൊടുക്കുന്നത്, അല്ലെങ്കിൽ 5 രൂപയാണ് അസിസ്റ്റൻസ് പെർ ലിറ്റർ ഓഫ് മിൽക്ക്, 5 രൂപയാണ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് അപ് ടു 30 ലിറ്റർ പാല് വരെ. ഓക്കെ, അപ്പൊ ഓർഗനൈസ്ഡ് ഡയറി പ്രോസസിംഗ് പ്രൊജക്റ്റിലേക്ക് പാല് സപ്ലൈ ചെയ്യുന്ന ഫാമേഴ്സിനാണ് ഈ ഒരു എമൗണ്ട് ഓഫ് മണി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 25-26 10 crore ആണ് ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദീപക് ബഗില അസ്യൂം ചാർജ് ആസ് മിഷൻ ഡയറക്ടർ ഓഫ് അഡൽ ഇന്നോവേഷൻ മിഷൻ. അഡൽ ഇന്നോവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറായിട്ട് ദീപക് ബഗിലയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ദീപക് ബഗില. അഡൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്. അതായത് അക്രോസ് സ്കൂളുകളിൽ എൻവിറോൺമെന്റ് ഓഫ് ഇന്നോവേഷൻ, ഓൺടർപ്രണർഷിപ്പ്, സ്കൂൾ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രീസ്, ഇൻക്ലൂഡിംഗ് MSMEs പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മിഷനാണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. സോ അടൽ ഇന്നോവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറായിട്ട് ദീപക് ബഗിലേനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി ഫോമർ കേരള CM അച്യുതാനന്ദൻ ഡൈസ് അറ്റ് 101. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ, പാർട്ടിക്ക് അതീതമായി എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടായിരുന്ന ആളാണല്ലേ VS എന്ന് പറയുന്നത്. അപ്പൊ VS അച്യുതാനന്ദൻ ഡൈസ് അറ്റ് 101, 101ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. 2006 മുതൽ 2011 വരെ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 3 ടൈം അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ആയിരുന്നു. 1991 തൊട്ട് 1996, 2001 തൊട്ട് 2006 വരെ, 2011 തൊട്ട് 2006 വരെ. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതായത് ഹെൽത്ത് റീസൺസ് മൂലം നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ഹരിനാഷ് ടു പ്രിസൈഡ് ഓവർ രാജ്യസഭ. അപ്പൊ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ഹെൽത്ത് നെസസിറ്റി കൊണ്ട് രാജിവെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ നമ്പർ 67A ആണ്, 67A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അദ്ദേഹം ഒഫീഷ്യലി റെസിഗ്നേഷൻ അയച്ച് റിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 5 വർഷത്തെ 2022 മുതൽ 2027 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ 5-year ടേം എന്ന് പറയുന്നത് അല്ലെ. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്തു. ആർട്ടിക്കിൾ നമ്പർ 67A ആണ് നമ്മുടെ വൈസ് പ്രസിഡന്റിന് റിസൈൻ ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ യാതൊരുവിധ ടൈമും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. റെസിഗ്നേഷൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അപ്രൂവ് ആവും. ഇഫ് നമ്മൾ റെസിഗ്നേഷൻ ഇടുകയാണെങ്കിൽ റെസിഗ്നേഷൻ അപ്രൂവ് ആവും. ഓക്കെ, ആർട്ടിക്കിൾ നമ്പർ 67A. ഓക്കെ, ഇനി നിസാർ എന്ന് പറയുന്നത് നാസയും ISROയും കൂടി കൊളാബറേറ്റ്ലി ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന് പറയുന്നത്. ലൈക്ക് നാസയുടെയും ISROയുടെയും. നാസ
ആൻഡ് ISRO രണ്ടിന്റെയും ഫസ്റ്റ് കൊളാബറേറ്റീവ് എഫേർട്ട് ആണ് നിസാർ എന്ന് പറയുന്നത്. ജൂലൈ 30, 2025 ശ്രീഹരിക്കോട്ടയിൽ GSLV F-16 യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് നിസാർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡ്യുവൽ ഫ്രീക്വൻസി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് L-band ആൻഡ് S-band സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ്. സാർ സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതായത് പകലും രാത്രിയും ഓൾ ഡേ വെതർ കണ്ടീഷൻ ഹൈ റെസൊല്യൂഷനിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എയിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹോൺബിൽ കൺസർവേഷൻ. തമിഴ്നാട് ഒരു ഹിസ്റ്റോറിക് സ്റ്റെപ്പ് ഹോൺബിൽ കൺസർവേഷന് വേണ്ടി എടുത്തിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഹോണോബിൽ കൺസർവേഷൻ അങ്കമലൈ ടൈഗർ റിസർവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോണോബിൽ റിസർവേഷന് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ പെർ പോളിംഗ് സ്റ്റേഷനിൽ ഏറ്റവും കുറവ് വോട്ടേഴ്സ് ഉള്ള സ്റ്റേറ്റ് ആയിട്ട് ആര് മാറിയിട്ടുണ്ട്, ബീഹാർ മാറിയിട്ടുണ്ട്. ബീഹാർ ബിക്കം ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹാവ് ലെസ് ദാൻ 1200 വോട്ടേഴ്സ് പെർ പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ ബീഹാർ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ കൺട്രി വേർ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും 1200 വോട്ടേഴ്സിൽ താഴെ വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ നെക്സ്റ്റ്, പത്മശ്രീ TM രത്തൻ, പൈനിയർ ഓഫ് മണിപ്പൂരി തിയേറ്റർ ആർട്ടിസ്റ്റ്, പാസസ് അവേ. ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പോയി പത്മശ്രീ അവാർഡി തിയേറ്റർ ലെജൻഡ് രത്തൻ TM ഡൈസ് അറ്റ് 77. ഇദ്ദേഹം മണിപ്പൂരി തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സംഗീത നാടക അക്കാദമി അവാർഡുകൾ ഒക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ 85 നിന്നും 8 സ്ഥാനങ്ങൾ ക്ലൈം ചെയ്ത് 77ാമത്തെ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ സിറ്റികളുടെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്താണ് മെഷർ ചെയ്യുന്നത്, അതായത് പാസ്പോർട്ടിന്റെ സ്ട്രെങ്ത് ആണ് മെഷർ ചെയ്യുന്നത് അല്ലെ. അതായത് വിത്തൗട്ട് പ്രയർ വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് എത്ര കൺട്രീസിലേക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം എന്നുള്ളതിന്റെ മെഷറാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വിസ ഫ്രീ ആയിട്ട് 59 കൺട്രീസ് ആണ് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് 2 കൺട്രീസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പീൻസ് ആൻഡ് ശ്രീലങ്കയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കൺട്രീസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സിംഗപ്പൂർ പാസ്പോർട്ട് ആണ് ആക്ച്വലി മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയുന്നത്. വിസ ഫ്രീ ആയിട്ട് 193 സിംഗപ്പൂർ പാസ്പോർട്ട് remains the most powerful in the world, getting visa-free access to 193 of 227 locations. അപ്പോൾ ജപ്പാൻ ആൻഡ് കൊറിയ ആണ് സെക്കൻഡ് പൊസിഷൻസ് വരുന്നത്. ഓക്കെ, ഇനി സമുദ്ര പ്രാച്ചറ്റ് എന്ന് പറയുന്ന സമുദ്ര റാഷറ്റ് എന്ന് പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ വെസൽ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. വളരെ വിശേഷപ്പെട്ട ഒരു പൊല്യൂഷൻ കൺട്രോൾ വെസൽ ആണ് ഗോവൻ ഷിപ്പ്യാർഡിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വെസൽ എന്ന് പറയുന്നത് സമുദ്രപ്രതാപ് ആണ്. സമുദ്രപ്രതാപ് 2024 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആന്ധ്രാപ്രദേശ് CM നായിഡു അൺവെയിൽസ് ഗ്രീൻ ഹൈഡ്രജൻ വാലി ഇൻ അമരാവതി ഡിക്ലറേഷൻ. ആന്ധ്രാപ്രദേശ് CM എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ വാലി ഡിക്ലറേഷൻ 2025 ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ, ഇന്ത്യസ് ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ആൻഡ് ഇന്നോവേഷൻ, ആൻഡ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് വരാൻ പോകുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് CM ആയിട്ടുള്ള ഹേമാനന്ദ് സൊറീൻ ആണ് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ലൈക്ക് കോൾ ഇന്ത്യ ആം CCL, അതായത് സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഈ ഒരു ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് വരാനായിട്ട് പോകുന്നത്. സോ മൈനിങ് ടൂറിസം വരാൻ പോകുന്നത് ജാർഖണ്ഡിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ,
ജാർഖണ്ഡ് ആക്ച്വലി റിച്ച് മിനറൽ സോഴ്സ് ഉള്ളൊരു സ്ഥലമാണ്. And last and final, Delhi government's cash rewards boost for Olympic and Paralympic medalists. അപ്പോൾ ഡൽഹി ഗവൺമെന്റ് സിഗ്നിഫിക്കന്റ് ഹൈക്ക് ഫോർ ക്യാഷ് അവാർഡ്സ്, അതായത് ഒളിമ്പിക് ആൻഡ് പാരാലിമ്പിക് ഗെയിമുകളിൽ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ലൈക്ക് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ഒളിമ്പിക് സ്പോർട്സിലുള്ള ബൂസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, 2 crore rupee ഫ്രം, അതായത് കറന്റ് 3 crore rupee under newly launched Mukhyamantri Khel Protsahan Yojana. Under the scheme, Olympic and Paralympic medalists will receive 7 crore rupees for gold medal, 5 crore rupees for silver medal and 3 crore for bronze medal. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് മണി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആക്ച്വലി മുഖ്യമന്ത്രി ഖേൽ പ്രോത്സാഹൻ യോജനയുടെ അണ്ടറിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെയുള്ള സ്പോർട്ട് ഇവന്റുകളിൽ ആൾക്കാർ പങ്കെടുക്കുന്നതിനും വിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏഷ്യൻ ആൻഡ് പാരാ ഏഷ്യൻ ഗെയിംസ് മെഡൽസിന് 3 crore റുപ്പീസ് കൊടുക്കുന്നുണ്ട്. സിൽവർ മെഡൽ ആണെങ്കിൽ 2 crore, ബ്രോൺസ് ആണെങ്കിൽ 1 crore ആണ് ഏഷ്യൻ ആൻഡ് പാരാ ഏഷ്യൻ ഗെയിമിലെ വിന്നേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒളിമ്പിക്സ് ആണെങ്കിലാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വീക്കിലെ CA എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ സെഷൻ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്താൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.